ജാസ്മിനും ഗബ്രിയും രാത്രി ലൈവിൽ ഒരുപാട് നേരം രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കരയുന്ന ഒരു സിറ്റുവേഷനാണ് രാത്രി ലൈവിൽ കാണാനായിട്ട് സാധിച്ചത്. അവിടെ ഗബ്രി കൈ പിടിക്കാൻ വരുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് തുടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഗബ്രിയെ മാറ്റി നിർത്തുന്ന ജാസ്മിനെ കാണാനായിട്ട് സാധിച്ചു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന ഗബ്രി അതിനുശേഷം റസ്മിനെ ജാസ്മിൻ്റെ അടുത്തേക്ക് വയ്യാതെ കിടക്കുന്ന റസ്മിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വിടുന്നുണ്ട്. ഒന്ന് ചെല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വയ്യാതെ കിടക്കുന്ന റസ്മിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ജാസ്മിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ജാസ്മിൻ എന്നെ തൊടരുത്, എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിനെ പറഞ്ഞേക്കുന്നുണ്ട്. അവസാനം ഗബ്രി കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്, ജാസ്മിൻ്റെ അടുത്തേക്ക്. ജാസ്മിൻ പിന്നീട് കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത്. ഗബ്രി ആ സമയത്ത് കരഞ്ഞെന്ന് പറഞ്ഞ് പൊട്ടി കരയുന്നുണ്ട് ഗബ്രി. അപ്പം നീ കരയല്ലേ, അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, സായി നോക്കുന്നു എന്നൊരു കാര്യം അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്. എന്നിട്ട് ഗബ്രി പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് തൊടരുത് എന്ന് പറഞ്ഞു, കൈ പോലും പിടിക്കാനായിട്ട് പറ്റില്ലേ എന്നൊക്കെ ഗബ്രി അവിടെ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്നെ മനസ്സിലാകാത്തത് എന്താണ് ഗബ്രി എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അവിടെ. എന്നിട്ട് ഗബ്രിയെ ഉപദേശിക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജാസ്മിനെ കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഒരു പക്വതയോടുകൂടി പിന്നെയും പെരുമാറാൻ കഴിയുമെന്ന്. പക്ഷേ ഗബ്രിക്ക് ജാസ്മിൻ ഇല്ലാതെ പറ്റില്ല എന്നൊരു കാര്യമാണ് ഇന്നലെ രാത്രി ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഗബ്രി ജാസ്മിൻ മിണ്ടാതിരുന്നാൽ അല്ലെങ്കിൽ ജാസ്മിനെ ഒന്ന് അകന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗബ്രിക്ക് അത് സഹിക്കാൻ കഴിയില്ല. ജാസ്മിൻ ഇല്ലാതെ ഗബ്രി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ലവ് എന്തൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിലെത്രത്തോളം സത്യമുണ്ട് എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും ആദ്യം അവർ അഭിനയിച്ച് തുടങ്ങിയതാണെങ്കിൽ പോലും ഇപ്പോൾ രണ്ടുപേരും അത് സീരിയസ് ആയി കൊണ്ടു നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ ഗബ്രി പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അത്രയും ഇതിലാണ് അവിടെ കരഞ്ഞിരുന്നത്, ജാസ്മിൻ്റെ മുമ്പിലിരുന്നിട്ടും ബെഡിൽ പോയി കിടന്നിട്ടും. അതായത് ഒരിക്കലും ഇനി ഗബ്രിക്ക് പെട്ടെന്ന് തന്നെ ജാസ്മിനിൽ നിന്ന് അകലാൻ കഴിയില്ല എന്നൊരു കാര്യമാണ്. ഇനി ജാസ്മിൻ എങ്ങാനും ഔട്ടായി പോയി കഴിഞ്ഞാൽ ഗബ്രിക്ക് അവിടെ ഒരു ഗെയിം ഇല്ല. ജാസ്മിൻ അവിടെ നിൽക്കും, പക്ഷേ ഗബ്രിക്ക് അങ്ങനെ ഒരു ഒറ്റയ്ക്ക് നിന്നുകൊണ്ടൊരു ഗെയിം സാധ്യമല്ല എന്നുള്ളൊരു കാര്യവും അവിടെ നിന്ന് അത് 100% ഉറപ്പാക്കിയ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫാമിലിയെക്കുറിച്ചും ലൈഫിനെക്കുറിച്ചും ആലോചിച്ച് അത്രയും വറീഡാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ അതുപോലെ കരയുന്നുണ്ടായിരുന്നു. അതുപോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ ഇരുന്ന് കരയുന്ന ഒരു ജാസ്മിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അതിനൊപ്പം നീ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കരയുന്ന ഗബ്രിയെയും. എന്തായാലും രണ്ടുപേർക്കും പിരിയാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് അവർ രണ്ടുപേരും അടുത്തു കഴിഞ്ഞു എന്ന് രാത്രി ലൈവ് കണ്ടവർക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകാം. ഇനി പുറത്തിറങ്ങിയാൽ ഇവർ എന്തു ചെയ്യും എന്നൊരു ചോദ്യമാണ് എൻ്റെ മുമ്പിൽ ഈ ലൈവ് കണ്ട് ഇവർ രണ്ടുപേരെയും കണ്ട സമയത്ത് തോന്നിയത്.